എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒറ്റപ്പെടലുകളുടെ നടുവിൽ, അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ അടുത്ത് ആരുമില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുവാൻ ആരുമില്ലെന്നോർത്ത് വളരെ ഹൃദയവേദനയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ദൈവശബ്ദം കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ്റെ സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഇവിടെ യാക്കോബിന് ഒരു ദൈവിക അനുഭവം ഉണ്ടാകുകയാണ്. തൻ്റെ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി, അല്ലെങ്കിൽ അപ്പൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് താൻ ബേർഷേബയിൽ നിന്നും ഹാരാനിലേക്കുള്ള യാത്രാമധ്യത്തിൽ സൂര്യൻ അസ്തമിച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിനിടയിൽ യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണിയും ദൈവത്തിൻ്റെ ദൂതന്മാരെയും, എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദവും, തന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദവും ഒക്കെ യാക്കോബ് ആദ്യമായി അനുഭവിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ യാക്കോബിന് കൈമാറുകയാണ്. എന്നാൽ ഈ വാഗ്ദത്തവും ദർശനവും ലഭിക്കുന്ന സന്ദർഭം, സിറ്റുവേഷൻ ഒന്ന് ചിന്തിക്കണം. യാക്കോബിന് ഇനി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി തൻ്റെ ഭവനം എന്നുള്ള സ്വപ്നം യാക്കോബിൻ്റെ ജീവിതത്തിലില്ല. എല്ലാം നഷ്ടമായി. ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ആ യാത്രയിൽ സൂര്യൻ അസ്തമിച്ച് ആരാലും സഹായിക്കുവാനില്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയുടെ നടുവിൽ വാഗ്ദത്ത സന്തതിയായ യാക്കോബ് സർവശക്തനായ ദൈവത്തെ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നമുക്കറിയാം, യാക്കോബ് അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കിൻ്റെ മകനാണ്. അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തങ്ങളെ പേറുന്നവനാണ് യാക്കോബ്. എന്നാൽ ആ വാഗ്ദത്ത തലമുറ ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നതും ദൈവിക കാര്യങ്ങളെ കാണുന്നതും എപ്പോഴാണ്? താൻ ഒറ്റപ്പെട്ട് സകലവും നഷ്ടമായി ഒന്നും തൻ്റെ അടുക്കൽ ഇല്ലാത്ത അവസ്ഥയുടെ നടുവിലാണ്. ഞാൻ ദൈവരാജ്യത്തിലെ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ദൈവിക ഇടപെടലുകൾ എപ്പോഴൊക്കെ ലഭിക്കണോ അതൊക്കെ ലഭിക്കുന്നത് ഒറ്റപ്പെടലുകളുടെയും നിരാശകളുടെയും നടുവിലായിരിക്കും. ഇന്ന് ഭാരത്തോടെ, പ്രയാസത്തോടെ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ദൈവിക ഇടപെടലിൻ്റെ സമയമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുക. സകലവും അവസാനിച്ച് ഇനി മുന്നോട്ട് ജീവിതം എന്താണെന്നോർത്ത് യാക്കോബ് അവിടെ കിടക്കുന്നതിൻ്റെ ആ സമയത്താണ് ദൈവം തൻ്റെ ദർശനത്തിൽ യാക്കോബിന് തന്നെ വെളിപ്പെടുത്തുകയാണ്. ആ വാക്യം, 13-ാം വാക്യം പറയുന്നത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാണെന്ന്. ദൈവം തന്നെ അങ്ങ് റിവീൽ ചെയ്യുക, വെളിപ്പെടുത്തുക, തന്നെ യാക്കോബിനൊന്ന് പരിചയപ്പെടുത്തുക. എപ്പോൾ? താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ. ഇതിനു മുമ്പ് ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ യാക്കോബിന് കിട്ടിയതായിട്ട് ബൈബിൾ പറയുന്നില്ല. ഒരു ദൈവിക സന്ദർശനം യാക്കോബിന് ലഭിച്ചതായിട്ട് പറയുന്നില്ല. ആദ്യമായി യാക്കോബിന് ഈ ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ലഭിക്കുന്നത് തൻ്റെ ഈ പ്രശ്നത്തിൻ്റെ നടുവിലാണ്. ആരൊക്കെയോ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷയത്തിൻ്റെ നടുവിലുള്ള ദൈവ ശബ്ദത്തിന് കാതോർക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടതിന്, അതിൽ നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതിന് വേണ്ട ദൈവിക ഇടപെടലുകൾ ഈ ഭാരത്തോടെ ഇരിക്കുന്ന ഈ സമയങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ വചനം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും.
ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.